CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. ഗുരുവായൂരിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ വലഞ്ഞു. ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃത്തല സെന്ററിൽ ആനയിടഞ്ഞു. പക്ഷേ പണിമുടക്ക് തുണയായി. തൃത്തല സർക്കാർ ആശുപത്രി റോഡിന് സമീപം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പീച്ചിയിൽ ശിവനെന്ന ആനയാണ് അപ്രതീക്ഷിതമായി ഇടഞ്ഞത്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് ET ടൈസൺ മാസ്റ്റർ MLA. COA 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം തൃപ്പയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി CCTV. മികച്ച വാർത്താവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. ഇരുമ്പപ്പെട്ടി മങ്ങാട് ഭിന്നശേഷിക്കാരനുൾപ്പെടെ 4 പേർക്ക് തേനീച്ച കുത്തേറ്റു. വടക്കുമുറി ചോല കാരക്കടുത്ത് താമസിക്കുന്ന മൂത്താട്ടുപറമ്പിൽ കുട്ടൻ, മക്കളായ ഭിന്നശേഷിക്കാരൻ ഹരിദാസൻ, പ്രിൻസി, ബിജു എന്നിവർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10:15 സംഭവം. കുന്നംകുളം ആനായിക്കലിൽ വൻ തീപിടുത്തം. വൈക്കോൽ കൂനയ്ക്ക് തീപിടിച്ചു. കക്കയം തണൽ സ്റ്റോപ്പിന് സമീപമുള്ള വീട്ടിലെ വൈക്കോൽ കൂനയിലാണ് തീപിടിച്ചത്. ഗാനരചയിതാവ് പരത്തുള്ളി രവീന്ദ്രന് കലാകാരന്മാരുടെ കൈത്താങ്ങ്. പ്രായാധിക്യത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവശനായി കഴിയുന്ന ഗാനരചയിതാവ് പരത്തുള്ളി രവീന്ദ്രന് കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ ധനസഹായം കൈമാറി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ, തിരുനടയിൽ പറച്ചൊരിയൽ എന്നിവയും നടക്കും. റംസാൻ നോമ്പ് അടുത്തെത്തുന്നതും വേനൽ കടക്കുന്നതോടൊപ്പം പഴവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. സീസണല്ലാത്തതും ചൂട് വർദ്ധിച്ചതും കാരണം ആപ്പിൾ, അനാർ, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾക്കെല്ലാം വലിയ തോതിലാണ് വിലയുയരുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ടയ്ക്ക് വിപുലമായ സബ് കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണം. വിവിധയിടങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനവും പൊതുയോഗവും നടത്തി. മണലൂർ നിയോജകമണ്ഡലത്തിലെ പ്രധാന ജില്ലാപാതയായ താമരപ്പള്ളി ചൊവ്വലൂർപ്പടി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മണലൂർ ITIയിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് SFI മണലൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എളവള്ളി സാമ്പത്തികേതരണ സംഘം ഹാളിൽ സജ്ജമാക്കിയ ഫാസിൽ നഗറിൽ നടന്ന ഏരിയ സമ്മേളനം SFI സംസ്ഥാന കമ്മിറ്റി അംഗം സരോജ് ചെങ്ങാടത്ത് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകൾ നടത്തി. സുരക്ഷിത തീരം തേടിയെത്തുന്ന കടലാമകൾക്ക് സംരക്ഷണം നൽകുന്ന കടപ്പുറം അഴിമുഖം തീരത്ത് ജിംഖാന ക്ലബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. കാലിക്കറ്റ് സോൺ കലോത്സവത്തിൽ തബലയിൽ ചാലുശ്ശേരി സ്വദേശി സിദ്ധാർത്ഥ കൃഷ്ണയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചത് നാടിന് അഭിമാനമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.